നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റത്തിലെ എക്സസൈസ് 1.5 ആണ്. ഇതിൻ്റെ പ്രിസീഡിങ് എക്സസൈസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. സോ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. സോ എക്സസൈസ് 1.5 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽസ് ഓർ ഇറാഷണൽസ്. നമുക്ക് കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യണം. റാഷണൽസ് ഓർ ഇറാഷണൽ നമ്പേഴ്സിന്റെ ബേസിസിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 - √5. നമുക്ക് ഓൾറെഡി അറിയാം √5 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് അല്ലേ. സോ √5 is equal to √5 വാല്യൂ എത്രയാണ്? 2.2360679 എക്സെട്ര. സോ ഈ കേസിൽ ഇവിടെ ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് √5 എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഇനി 2 - √5 നോക്കാം. 2 - √5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 - 2.2360679 എക്സെട്ര. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.236069 etc. So 2 - √5 നമുക്ക് ഒരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് കിട്ടുന്നത്. സോ ഇവിടെ 2 - √5 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ആണ്. റീസൺ എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഇറാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. സോ 2 - √5 ചെയ്തപ്പോൾ നമുക്കൊരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 2 - √5 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ ഹിയർ 2 - √5 is an irrational number. സോ ഇതൊരു ഇറാഷണൽ നമ്പർ ആണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 3 + √23 - √23. സോ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + √23 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 3 + √23 - √23. സോ ഈ കേസിൽ നമുക്ക് √23നെയും √23നെയും ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. നമുക്ക് 3നെ എങ്ങനെ മാറ്റി എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/1 എഴുതി കൂടെ. സോ ദാറ്റ് മീൻസ് എ P/Q ഫോം where Q is not equal to 0. സോ ഈ കേസിൽ 3 എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് 3 + √23 - √23 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണ്. സോ ഹിയർ 3 + √23 - √23 is a rational number. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 2√7/7√7. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ 2 × 2√7 2 × √7 എഴുതാം. ഡിവൈഡഡ് ബൈ 7√7 നമുക്ക് 7 × √7 എഴുതാം. സോ ഈ കേസിൽ നമുക്ക് √7നെയും √7നെയും ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/7 which is a P/Q form where Q is not equal to 0. സോ ഈ കേസിലും 2√7/7√7 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. സോ ഹിയർ 2√7/7√7 is a rational number. നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 1/√2 where √2 is equal to √2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1.4142 എക്സെട്ര. സോ നമുക്ക് 1/√2 റാഷണൽ നമ്പർ ആണോ അതോ ഇറാഷണൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ √2നെ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും 1/√2നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ √2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും √2/√2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2/√2 ഇൻറ്റു √2 എത്രയാണ്? 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2ന്റെ വാല്യൂ എത്രയാണ്? 1.4142 എക്സെട്ര ഡിവൈഡഡ് ബൈ 2. So 1.412 etc. divided by 2 that is equal to 0.7071 etc. So ഈ കേസിൽ നമുക്ക് ഇവിടെ 1/√2 ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 1/√2 ഈസ് എ ഇറാഷണൽ നമ്പർ. സോ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 2π where π is equal to 3.1415 etc. സോ ഈ കേസിൽ നമ്മൾ 2നെ π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × പൈക്ക് പകരം 3.1415
1 4 1 5 etc. That is equal to എത്രയാണ് 6.2830 etc. സോ ഈ കേസിൽ 2π എന്ന് പറയുന്ന ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. That means 2π is an irrational number. Therefore 2π is a irrational number. So നമുക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, സിംപ്ലിഫൈ ഈച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ്. കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 3 + √3 × 2 + √2. സോ ഇതിൽ നമ്മൾ ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് 3നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 × 2 3 × 2 പ്ലസ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3നെ √2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും പ്ലസ് 3 × √2 പ്ലസ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ √3നെ എടുക്കും. 3നെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി √3നെ എടുക്കും. √3നെ നമ്മൾ ഈ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് √3 × 2 പ്ലസ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ √3നെ √2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് പ്ലസ് √3 × √2. So that is equal to 3 × 2 6 plus 3 × √2 എത്രയാണ് 3 √2 plus 2 √3 √3 × 2 എത്രയാണ് 2 √3 plus. സോ ഈ കേസിൽ നമുക്കൊരു √a × √b ഫോം അല്ലേ, ഇത് √a × √b ഫോം. √a × √b എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു √ab. സോ നമുക്ക് ഈ കേസിൽ √3 × √2 അല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അതിനെ മാറ്റിയിട്ട് √3 × 2 എന്ന് എഴുതാം. √3 × 2 എത്രയാണ് √6 പ്ലസ് √6 എന്ന് കിട്ടും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം 6 + 3 √2 + 2 √3 + √6 ഇതൊക്കെ ഡിഫറെൻറ്റ് ടേംസ് ആണ്. സോ നമുക്ക് ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് എന്തിൻ്റെ ആൻസർ, 3 + √3 × 2 + √2ൻ്റെ സിംപ്ലിഫൈ ചെയ്ത ആൻസർ. സോ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, 3 + √3 × 3 - √3. സോ ഈ കേസിലൊരു a + b × a - b ഫോർമുലയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് a + b × a - b. a + b × a - b എന്നാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു a² - b². സോ ഈ കേസിൽ നമുക്ക് a എന്താണ്, a is equal to 3. b എന്താണ്, b is equal to √3. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a² - b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്റെ സ്ഥാനത്ത് എന്താണ് 3, അപ്പോൾ 3 ഹോൾ സ്ക്വയർ മൈനസ് b ഹോൾ സ്ക്വയർ, ദാറ്റ് മീൻസ് √3 ഹോൾ സ്ക്വയർ മൈനസ് √3 ഹോൾ സ്ക്വയർ. സോ 3² എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മൈനസ് √3 ഹോൾ സ്ക്വയർ, ദാറ്റ് മീൻസ് √3 × √3. √3 × √3 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. So 9 - 3 is equal to 6. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, √5 + √2 ഹോൾ സ്ക്വയർ. സോ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു a + b ഹോൾ സ്ക്വയർ ഫോർമുലയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് a + b ഹോൾ സ്ക്വയർ where a is equal to √5 b is equal to √2. സോ ഇവിടെ a equal to √5 b is equal to √2 ആണ്. സോ a + b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്താണ്, that is equal to a² plus 2ab plus b². So ഇവിടെ നമുക്ക് a ക്ക് √5 b ക്ക് √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that is equal to a² പകരം √5 whole square plus 2 into ab, that means 2 into √5 into √2, 2 into √5 into √2 plus b ക്ക് പകരം √2 whole square, √2 whole square. So that is equal to √5 whole square, that means √5 into √5, 5 plus 2 into √5 into √2. So ഈ കേസ് എടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ √5 into √2. So നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, that is equal to √5 into 2. √5 into 2 എത്രയാണ്, that is equal to √10. So നമുക്കിവിടെ √5 into √2നെ റീപ്ലേസ് ചെയ്തിട്ട് √10 എഴുതാം പ്ലസ് 2√10 plus √2 whole square, that means √2 into √2, that is equal to 2.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ എങ്ങനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 2 എത്രയാണ്? 7 + 2 √10. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ √5 + √2 ഹോൾ സ്ക്വയറിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 7 + 2 √10 കിട്ടും. മൂന്ന് ക്വസ്റ്റ്യൻ എന്താണ്? √5 - √2 ഇൻറ്റു √5 + √2. സോ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു a - b ഇൻറ്റു a + b ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. a - b ഇൻറ്റു a + b എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു a² - b². സോ ഈ കേസിൽ നമുക്കിവിടെ a എന്ന് പറയുന്നത് √5ഉം b എന്ന് പറയുന്നത് √2 ആണ്. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു a² - b² നമ്മൾ a = √5ഉം b = √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √5 ഹോൾ സ്ക്വയർ മൈനസ് √2 ഹോൾ സ്ക്വയർ. സോ √5 ഹോൾ സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് √2 ഹോൾ സ്ക്വയർ, ദാറ്റ് മീൻസ് -2. സോ 5 - 2 എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ നമുക്ക് ഈ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Recall pi is to be defined as the ratio of a circumference of a circle to its diameter. നമ്മൾ പൈൻ്റെ ഒരു റേഷ്യോ ഫോമിലാണ് നമ്മൾ പൈനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിൻ്റെയും ഡയാമീറ്ററിൻ്റെയും റേഷ്യോയുടെ ഫോമിലാണ് നമ്മൾ പൈനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും സർക്കിളിൻ്റെ ഡയാമീറ്റർ. സോ ദിസ് വിൽ ബി ദ ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ഈ ബൗണ്ടറി ആയിരിക്കും എന്ത്? നമ്മുടെ സർക്കംഫറൻസ്. സോ പൈ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ടു ഇറ്റ്സ് ഡയമീറ്റർ. സോ പൈനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദിസ് സീംസ് ടു കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. സോ പൈ ഈസ് ഈക്വൽ ടു c/d ഫോമിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പൈനെ നമ്മളൊരു p/q ഫോമിലാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. This seems to contradict the fact that pi is irrational. കാരണം ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് പൈ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോൺട്രഡിക്ഷനെ എങ്ങനെ റിസോൾവ് ചെയ്യും? സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. സോ നമുക്കിനി സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ. സോ നമുക്കിവിടെ തന്നിട്ടുണ്ട് പൈ ഈസ് ഈക്വൽ ടു c/d ആണ്. പൈ ഈസ് ഈക്വൽ ടു c/d. C എന്ന് പറയുന്നത് circumference of a circle and d is its diameter. So pi is equal to c/d. We know that pi is irrational. Pi is irrational. Pi irrational ആണെങ്കിൽ pi is equal to c/d is also irrational number ആണ്. So pi irrational number ആണെങ്കിൽ pi is equal to c/d എന്ന് പറയുന്നതും ഒരു irrational number ആണ്. സോ ഈ കേസിൽ c/d എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ആവണമെങ്കിൽ അവിടെ ഏതൊക്കെ കേസ് ആയിരിക്കും പോസിബിൾ ആവുക? ഐദർ c ഇറാഷണൽ ആവണം അല്ലെങ്കിൽ d ഇറാഷണൽ ആയിരിക്കണം. കാരണം ഒരു ഇറാഷണൽ നമ്പർ ബൈ റാഷണൽ ഇസ് ഈക്വൽ ടു എപ്പോഴും ഇറാഷണൽ നമ്പർ ആയിരിക്കും. ആൻഡ് ഓൾസോ റാഷണൽ നമ്പർ ബൈ ഒരു ഇറാഷണൽ നമ്പർ എപ്പോഴും ഒരു ഇറാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. സോ ഈ രണ്ട് പോസിബിൾ കേസാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐദർ c ഷുഡ് ബി ഇറാഷണൽ ഓർ d ഷുഡ് ബി ഇറാഷണൽ. സോ ഈ ഏതെങ്കിലും ഒരു കേസ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈ ഈസ് ഈക്വൽ ടു c/d എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. സോ ഇവിടെ അങ്ങനത്തെ ഒരു കോൺട്രഡിക്ഷന്റെ കേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1/√7. സോ 1/√7 ഡിനോമിനേറ്ററിലുള്ള √7 നമ്മൾ റാഷണലൈസ് ചെയ്യണം. സോ ഡിനോമിനേറ്ററിലുള്ള √7 നമ്മൾ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേസിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√7 ഇൻറ്റു ഈ √7 റാഷണലൈസ് ചെയ്യാൻ ഒരു √7 കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ നമുക്ക് √7 × √7 എന്ന് പറയുമ്പോൾ 7 കിട്ടും. സോ ഇവിടെ നമ്മൾ √7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡും ചെയ്യും ഇൻറ്റു √7/√7. ഈ √7/√7 ആക്ച്വലി എന്താണ്? 1 തന്നെ അല്ലേ? സോ ഇവിടെ നമ്മൾ √7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × √7 ഡിവൈഡഡ് ബൈ √7 × √7 ദാറ്റ് ഈസ് 7. സോ ഈ കേസിൽ നമ്മൾ ഡിനോമിനേറ്ററിലുള്ള √7 റാഷണലൈസ് ചെയ്തിട്ട് 7 ഉള്ള ഫോമിലേക്ക് മാറ്റി. സോ 1/√7 റാഷണലൈസ് ചെയ്തപ്പോൾ നമുക്ക് √7/7 എന്നുള്ളൊരു ഫോമിൽ കിട്ടി. സോ നമുക്ക് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 1/√7 മൈനസ് √6. സോ ദാറ്റ് മീൻസ് ഡിനോമിനേറ്ററിലുള്ള √7 മൈനസ് √6 നമ്മൾ റാഷണലൈസ് ചെയ്യണം.
സോ ഈ കേസിൽ √7 മൈനസ് √6 റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ √7 പ്ലസ് √6 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യും ഡിവൈഡും ചെയ്യും. 1/√7 മൈനസ് √6 ഒരു √7 പ്ലസ് √6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡും ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√7 മൈനസ് √6 ഇൻറ്റു √7 പ്ലസ് √6 ഡിവൈഡഡ് ബൈ √7 പ്ലസ് √6. സോ ന്യൂമറേറ്ററിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 1 ഇൻറ്റു √7 പ്ലസ് √6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് √7 പ്ലസ് √6 തന്നെ ഡിവൈഡഡ് ബൈ √7 മൈനസ് √6 ഇൻറ്റു √7 പ്ലസ് √6. ദാറ്റ് മീൻസ് ഒരു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോം അല്ലേ. നമുക്കറിയാം a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കുള്ളതൊരു √7 പ്ലസ് √6 ഇൻറ്റു √7 മൈനസ് √6 ആണ്. That means a equal to √7 and b is equal to √6. So that is equal to √7 whole square minus √6 whole square. So that is equal to √7 whole square എന്താണ് 7. That means √7 into √7 that is equal to 7 minus √6 into √6 എത്രയാണ് 6. So 7 minus 6 that is equal to 1. So നമുക്ക് √7 plus √6 by √7 minus √6 into √7 plus √6 എന്ന പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടി 1. So divided by 1 ഡിനോമിനേറ്ററിൽ കിട്ടി. So that is equal to √7 plus √6 by 1 that is equal to എത്രയാണ് √7 plus √6. So നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് 1/√5 plus √2. സോ ഈ കേസിൽ ഡിനോമിനേറ്ററിലുള്ള √5 പ്ലസ് √2 നമ്മൾ റാഷണലൈസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ √5 മൈനസ് √2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√5 പ്ലസ് √2 ഇൻറ്റു √5 മൈനസ് √2 ഡിവൈഡഡ് ബൈ √5 മൈനസ് √2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into √5 minus √2 that is √5 minus √2 divided by ഇനി ഡിനോമിനേറ്ററിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമുല എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അതിനെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് മാറ്റിക്കൂടെ. സോ ഇവിടെ കേസിൽ a എന്ന് പറയുന്നത് √5 ആണ്, b എന്ന് പറയുന്നത് √2 ആണ്. സോ നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു √5 ഹോൾ സ്ക്വയർ മൈനസ് √2 ഹോൾ സ്ക്വയർ. So that is equal to √5 minus √2 divided by √5 whole square that is 5 minus √2 whole square minus √2 whole square എത്രയാണ് 2. So that is equal to √5 minus √2 divided by 5 minus 2 that is equal to 3. So ഇവിടെ 1/√5 plus √2 ഡിനോമിനേറ്ററിലുള്ള √5 plus √2 നമ്മൾ റാഷണലൈസ് ചെയ്തിട്ട് 3 എന്നുള്ള ഒരു ഫോമിലേക്ക് മാറ്റി. സോ നമുക്കിനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് 1/√7 മൈനസ് 2. സോ ഈ കേസ് നമുക്ക് ഡിനോമിനേറ്ററിലുള്ള √7 മൈനസ് 2 റാഷണലൈസ് ചെയ്യണം. സോ √7 മൈനസ് 2 റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ √7 പ്ലസ് 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√7 മൈനസ് 2 ഇൻറ്റു √7 പ്ലസ് 2 ഡിവൈഡഡ് ബൈ √7 പ്ലസ് 2. That is equal to 1 into √7 plus 2 that is √7 plus 2 divided by here also we have a plus b into a minus b form. So that is equal to a square minus b square. So a plus b into a minus b form that is equal to a square minus b square. So a in the case ഇവിടെ √7 and b in the case ഇവിടെ 2. So √7 plus 2 into √7 minus 2. So that is equal to √7 whole square minus 2 whole square. That is equal to 3. √7 whole square means 7 minus 2 whole square minus 4. 2 whole square 4. So 7 minus 4 is equal to 3. So നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √7 minus 2 into √7 plus 2 പകരം നമുക്ക് 3. So 1/√7 minus 2 കേസിൽ നമ്മൾ ഡിനോമിനേറ്ററിലുള്ള √7 minus 2 റാഷണലൈസ് ചെയ്തപ്പോൾ നമുക്ക് അതിനെ √7 plus 2/3 ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി.
സോ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.